അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റമദാൻ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ 2025 തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയലും പിന്നെ റമദാന്റെ ഒരു പോസ്റ്ററിന്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു റമദാന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ആണ്. ആ റീൽ അവർ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇതേപോലെ റമദാൻ കരീം എന്നുള്ള ഒരു ചെറിയൊരു കാലിഗ്രഫി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണത്. അപ്പൊ ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു റീൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ കൂടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഏകദേശം ഒരു ഫീൽ ഗുഡ് ടൈപ്പ് റീൽസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് വീഡിയോ ക്ലിപ്സിന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നൈസ് ആയിട്ടുള്ള സ്ലോമോയും ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ടുള്ള ഒരു ഓവർ ആയിട്ടുള്ള ഷെയ്ക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു ട്രാൻസിഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റമദാന്റെ എഡിറ്റിംഗ് അവിടെ ഫിനിഷിംഗ് ആയി റീലിന്റെ. അപ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു എഡിറ്റിംഗ് ആണ് റമദാന്റെ റീലിന്റെ എഡിറ്റ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഓണ സെലിബ്രേഷൻ പോലെ ഒന്നുമല്ല, ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആയിരിക്കും ആ ഒരു റമദാന് ഉണ്ടാവുക റീൽസിനൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല നല്ല ക്ലിപ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നിങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ റമദാനിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു വലിയൊരു റീലായിട്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ റമദാനിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് അതൊക്കെ കട്ട് ചെയ്യണത് മേടിക്കാൻ പോണത് പിന്നെ അറേഞ്ച് ചെയ്യണത് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ അതിൻ്റെ അങ്ങനെ കറക്റ്റ് ഓർഡർ ആയിട്ട് നിങ്ങൾ അങ്ങനെ കറക്റ്റ് നിങ്ങൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ക്യാപ്കട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഓർഡറിൽ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിൽ കാണാം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു റമദാന്റെ പോസ്റ്റർ ഇങ്ങനെ ഒരു ബോർഡ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അത് രണ്ടാമത്തെ ഷോട്ട് അത് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള സംസാരം വരവ് പിന്നെ അടുത്തതേക്ക് ഫുഡ് മേക്ക് ചെയ്യാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അറേഞ്ച് ചെയ്യലായി. പിന്നെ നോമ്പ് നടന്നിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് കാര്യങ്ങൾ അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിപ്സ് ആഡ് ചെയ്യൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് മ്യൂസിക് ആണോ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു മ്യൂസിക്കിന്റെ റീല് നിങ്ങൾക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീല് മീൻസ് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുമ്പോൾ ആ ഒരു റീല് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം തോന്നി കഴിഞ്ഞാൽ ആ ഒരു റീല് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് എളുപ്പ വഴി കേട്ടോ. ആ റീല് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓവർലേ ആക്കിയിട്ട് ആ ഒരു വീഡിയോ ഇതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബിസറാഹ എന്നുള്ളത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പോൾ വേറൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഈ ഒരു സോങ്ങും ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു റമദാന്റെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു മ്യൂസിക്കാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഏത് മ്യൂസിക് ആണോ വേണ്ടിച്ചാൽ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓവർലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്കാണ് നീക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവിടെ ടോപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത് നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്സുകൾക്കൊക്കെ ഞാൻ തന്നിട്ടുള്ള സ്ലോമോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിവിടെ എല്ലാ ക്ലിപ്സുകൾക്കും ആ ഒരു സെയിം ഗ്രാഫ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളിപ്പോൾ ഷൂട്ട് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ട ക്ലിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ക്ലിപ്സ് ഡയറക്റ്റ് ക്യാപ്കട്ട്ക്ക് അവിടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സ്ലോമോ കൊടുക്കുന്നതിന് മുമ്പത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആ കട്ടിങ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പ് ഇവിടെ പറയാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ക്യാപ്കട്ട്ക്ക് വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കട്ടിങ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോന്റെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾ കറക്റ്റ് ഞാൻ ഈ ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു കറക്റ്റ് ഗ്രാഫ് നിങ്ങൾ ആ ഒരു ചെറിയ ചെറിയ ക്ലിപ്സുകൾക്കൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് പറയുന്നത് ഇനി നമ്മളിപ്പോൾ ഈ ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്തുള്ള മ്യൂസിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിന്റെ വീഡിയോ നിങ്ങൾ ഓവർലേ ആക്കി ഞാൻ സ്ക്രീനിൽ കാണിച്ച പോലെ നിങ്ങൾ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മേലെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓവർലേ വീഡിയോ ഓഡിയോ നമുക്ക് ഇവിടെ മാറ്റി കിട്ടും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ മാക്സിമം സൂം ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് മേലത്തെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ അതിൽ എവിടെ വെച്ചിട്ടാണ് അടുത്ത സെക്കൻഡ് ക്ലിപ്പ് വരുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് സെക്കൻഡ് ക്ലിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് അതിന്റെ സൈസ് കൂട്ടിയിട്ട് മേലത്തെ വീഡിയോയുടെ സൈസിനനുസരിച്ചിട്ട് കറക്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പ് സെറ്റായി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്ലിപ്പ് സെറ്റായി.
അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് ആ മേലത്തെ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് കറക്റ്റ് ഞാൻ ആഡ് ചെയ്ത ക്ലിപ്സുകൾ കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ബാലൻസ് ബാക്കി കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കി പിന്നെ ആ മ്യൂസിക്കും ഉണ്ടാവും ബാലൻസ്, അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റ് മറ്റേ വീഡിയോൻ്റെ ഇതിനനുസരിച്ചിട്ട് എൻഡിങ് കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. എനിക്കാകെ 19 സെക്കൻഡുള്ളിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ ക്ലിപ്പിനനുസരിച്ച് ഇപ്പോൾ കറക്റ്റ് മേലത്തെ വീഡിയോസിനനുസരിച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നേരെ ഓവർലേ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫിൽറ്റർ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4K എന്നുള്ള ഫിൽറ്ററാണ്. പിന്നെ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഷാർപ്നെസ് നൈസായിട്ടൊന്ന് ഒരു 20-25ലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ ഈ ഒരു 4Kൻ്റെ ഫിൽറ്റർ വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങളാക്കി കൊടുക്കുക. ശേഷം ഓവർലേ കൊടുക്കുക. ആഡ് ഓവർലേ പോയിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ഒരു ആ ബ്ലാക്ക് ഇമേജ് ആക്കിയിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് ഓപ്ഷനിൽ പോയിട്ട് അതിലെ ഹൊറിസോണ്ടൽ എടുക്കുക, ഇൻവെർട്ട് കൊടുക്കുക. ഈ ഏറെ നൈസായിട്ടൊന്ന് അടിക്കാക്കിയിട്ട് ഒന്ന് ലോങ് ആക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് അടിക്കിട്ട് കൊടുക്കുക. ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് കണ്ട, ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് ഇപ്പോൾ നമ്മളെ വീഡിയോക്ക് അവിടെ കിട്ടി. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റിനെ മേലെയാണ് ഇനി നമ്മൾ ആ ഒരു റമദാൻ കരീം എന്നുള്ള ഒരു ടെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു റമദാൻ കരീമിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പിക്സാർട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്ന് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം. പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇതാണ് ഈ ഒരു പി എന്ന് എഴുതിയിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനോ സെർച്ച് ചെയ്താൽ മതി. പിൻട്രസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ നിങ്ങൾ റമദാൻ കരീം എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. റമദാൻ കരീം കാലിഗ്രഫി എന്ന് എഴുതുക. അപ്പം അങ്ങനെ ഒരുപാട് മോഡലുകൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടും റമദാൻ കരീമിൻ്റെ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾ ഒന്നങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു റമദാൻ കരീം എന്ന് എഴുതിയിട്ടുള്ള കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് മോഡലുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല നൈസ് ആയിട്ടുള്ള സാധനം. ഞാൻ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു റമദാൻ കരീം എന്നാണ്. ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. ഡൗൺലോഡ് ഇമേജ് കൊടുത്തിട്ട് നേരെ നമ്മുടെ ക്യാപ് കട്ടിലേക്ക് തന്നെ വരിക. ക്യാപ് കട്ടിൽ ആഡ് ഓവറിലേക്ക് തന്നെ പോയിട്ട് ആ ഫോട്ടോസ് നിങ്ങൾ ആ ഒരു ഡൗൺലോഡ് ചെയ്തതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വാട്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്രോപ്പ് പോയിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടൊരു വാട്ടർമാർക്ക് അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ബ്ലെൻഡോ അല്ലെങ്കിൽ സ്പ്ലൈസോ എന്നുണ്ടാവും. സ്പ്ലൈസ് എടുത്തിട്ട് അതിൽ ഫിൽറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു യെല്ലോ കളർ കമ്മിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിലേക്കും കൊണ്ടുപോകുക. അപ്പോൾ ഏതിലാണ് നല്ല വൃത്തിക്ക് ഒരു യെല്ലോ കളർ കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫിൽറ്റർ തന്നെ സെലക്ട് ചെയ്തു. ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു യെല്ലോ കളർ നമുക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക. എന്നിട്ട് അതിലെ കോൺട്രാസ്റ്റ് ഒന്ന് നൈസിൽ കൂട്ടി കൊടുക്കുക. എന്നിട്ട് സാച്ചുറേഷൻ ഒന്ന് കൂട്ടി കൊടുത്താൽ നമുക്ക് ആ ഒരു യെല്ലോ കളർ വീണ്ടും തിരിച്ചു കിട്ടും. പിന്നെ അത് നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് കൊണ്ട് ഇതേപോലെ വെച്ച് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു റമദാൻ കരീം എന്നാണ് ഇട്ട് കൊടുത്താൽ ആ ഒരു ക്യാപ്ഷൻ അവിടെ വരും. കണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പിൻട്രസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം. സ്പ്ലൈസ് പോയിട്ട് ഞാനത് നോർമൽ തന്നെ ആക്കി. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ക്രോമാക്കിയിൽ ഇട്ടിട്ട് ഈ ഒരു ബ്ലാക്ക് കളർക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു ബ്ലാക്ക് കളറാണ് പോയിട്ട് ഇൻറ്റൻസിറ്റി ഒന്നിനെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെയും ആ ഒരു റമദാൻ കരീം കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ഇനി പിക്സാർട്ട് വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പിക്സാർട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയേണ്ടത് തന്നെയാണ്. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ ഇതിൽ കാണാൻ ട്രെൻഡി ബാക്ക്ഗ്രൗണ്ട്സിൽ ബ്ലാങ്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ റമദാൻ കരീം തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റമദാൻ കരീം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കരീം എഴുതുമ്പോൾ ഇവിടെ റമദാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസുകൾ കാണിക്കും. അപ്പോൾ ഇതിൽ കാലിഗ്രഫി ടൈപ്പ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും കാര്യങ്ങളും ഇപ്പോൾ ഇതിലൊക്കെ കണ്ടതൊക്കെ ഒരുപാട് അതേപോലെ തന്നെ. പക്ഷേ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളിരുന്ന് തപ്പേണ്ടി വരും. പക്ഷേ ഇതിൽ കിട്ടണത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള സാധനകാരം. അപ്പോൾ ഇവിടുത്തെ റമദാൻ കരീമിൻ്റെ ജസ്റ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്ലാക്ക് കളറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇനി വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ പോയിട്ട് അതിൽ ഈ താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് മേജിക് മറ്റൊക്കെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് ഇട്ട് നിങ്ങൾക്ക് അത് വൈറ്റ് കളറിൽ കിട്ടും. എന്നിട്ട് ഇത് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട്
നമ്മുടെ ക്യാപ് കട്ടിക്ക് തന്നെ വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓവർലേ പോയിട്ട് ആ ഒരു ഫോട്ടോ കൊണ്ട് ആഡ് ചെയ്താൽ ആ ഒരു ഫോട്ടോയിൽ ഇപ്പോൾ റമദാൻ കരീം എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ വരും, കണ്ടല്ലോ. എന്നിട്ട് അത് വീണ്ടും വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ഷനും കൂടി ഈ ഒരു വീഡിയോയിൽ കിട്ടും. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്യാപ്ഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ അടിയിലോ അല്ലെങ്കിൽ നടുവിലോ ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ വീഡിയോ ആ ഒരു എഡിറ്റിംഗ് ഫിനിഷിങ് ആവുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ വൈറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് കറക്റ്റ് ഒരു പ്ലേസ് ചെയ്യാൻ പറ്റിയുള്ള ഭാഗം നിങ്ങൾക്ക് തോന്നുന്നിടത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ ഇതിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങളങ്ങനെ ഇടിച്ച് മാറിയിട്ടുള്ള ഒന്നും കൊടുക്കരുത്, ഒരു മീഡിയം ആയിട്ടുള്ളത് കൊടുക്കുക. ഈ ഒരു ഓവർലേയിൽ വൈറ്റ് ഫ്ലാഷ്, ഫെയ്ഡ് ഔട്ട്, ബ്ലാക്ക് അല്ലെങ്കിൽ മിക്സ് കൊടുക്കണ്ട. അങ്ങനെ ഒരുപാട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലർ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു ബ്ലർ പറഞ്ഞിട്ടുള്ളതുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു റമദാൻ്റെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.